രഞ്ജിത്ത് ഇതിഹാസ തുല്യനായ കലാകാരൻ. മുൻപ് ഉയർന്ന പരാതി വ്യാജം. അദ്ദേഹവും ഒരു പുരുഷനാണ്. പിന്തുണച്ച് രാഹുൽ ഈശ്വർ. സ്ത്രീപീഡന കേസിൽ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്തിനെ പിന്തുണച്ച് സാമൂഹ്യ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ. രഞ്ജിത്ത് ഇതിഹാസ തുല്യനായ കലാകാരൻ ആണെന്നും അദ്ദേഹത്തിനെതിരെ മുൻപ് ഉയർന്ന പരാതികൾ വ്യാജമായിരുന്നുവെന്നും രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത വ്യക്തിയാണെന്ന് പറഞ്ഞ് രാഷ്ട്രീയമായി ആക്രമിക്കരുതെന്ന് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ രാഹുൽ ഈശ്വർ വ്യക്തമാക്കി. രാഹുൽ ഈശ്വർ ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ്: ശ്രീ രഞ്ജിത്തിനെ ആക്രമിക്കുന്നതിനോ ന്യായീകരിക്കുന്നതിനു മുൻപ് ക്ഷമയോടെ സത്യം അറിയാൻ കാത്തിരിക്കുക. ശ്രീ രഞ്ജിത്ത് ഇതിഹാസ തുല്യനായ കലാകാരൻ ആണ്. അദ്ദേഹത്തിനെതിരെ മുൻപ് ഉയർന്ന പരാതികൾ വ്യാജമായിരുന്നു. ഈ പരാതി സത്യമാകാം, അല്ലെങ്കിൽ കള്ളമാകാം, നമുക്കറിയില്ല. സത്യത്തിനോടൊപ്പം അവൾക്കൊപ്പവും അവനൊപ്പവും അല്ല എന്നയാൾ ബ്രാക്കറ്റിലിടുന്നു. എന്തായാലും പരാതിക്കാരി ICC ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിക്ക് പരാതി നൽകിയിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. മുൻപത്തെ ഒരു കേസിൽ കോടതി പറഞ്ഞത് ശ്രീ രഞ്ജിത്തിനെതിരെയുള്ളത് ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ഫേക്ക് കേസ് എന്നാണ്. സിനിമാ രംഗത്തുള്ളവർക്ക് ശത്രുക്കൾ സ്വാഭാവികമാണ്. തർക്കങ്ങൾ അതിസ്വാഭാവികം. പോലീസ് പറയുന്നതിന് ഒരു പരിധിക്കപ്പുറം ഗൗരവം ഇല്ല. കാരണം അവർ അവരുടെ ജോലി തീർക്കാൻ പെൺകുട്ടിയുടെ നിലപാടിനൊപ്പം ഉള്ള മാക്സിമലിസ്റ്റ് പൊസിഷൻ, പരമാവധി അനുകൂല നിലപാട് സ്വീകരിക്കൂ. പോലീസിൻ്റെ നിയമപരമായ ദൗർബല്യമാണത്. ഉത്തരവാദിത്തവും. പ്രതികാരത്തിന് കള്ളക്കേസുകൾ വ്യാപകമായി ഉയരുന്ന മേഖലയാണ് സിനിമ. ശ്രീ രഞ്ജിത്ത് ഇടതുപക്ഷക്കാരനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത ആൾ ആണെന്ന് പറഞ്ഞ് രാഷ്ട്രീയമായി ആക്രമിക്കരുത്. അദ്ദേഹവും ഒരു പുരുഷനാണ്, മനുഷ്യനാണ്. തെറ്റ് ചെയ്താൽ മാത്രമേ ശിക്ഷിക്കാവൂ. കാരണം നമ്മുടെ മകൻ, അച്ഛൻ, സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. യുവനടിയുടെ പരാതിയിൽ അറസ്റ്റിലായ രഞ്ജിത്തിനെ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയന്റെയും റൈറ്റേഴ്സ് യൂണിയന്റെയും അംഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. രഞ്ജിത്തിനെ മാറ്റി നിർത്തുമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കേസിൽ പ്രതി ചേർക്കപ്പെട്ടാൽ തീർപ്പുണ്ടാകുന്നതുവരെ മാറ്റി നിർത്തുന്നതാണ് നടപടിയെന്നും ആ രീതിയിൽ തന്നെയായിരിക്കും രഞ്ജിത്തിന്റെ കാര്യത്തിലും ഉണ്ടാവുകയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതേസമയം നടിയുടെ പരാതി ചിത്രത്തിന്റെ ആഭ്യന്തര പരിഹാര സെല്ലിൽ ലഭിച്ചിട്ടില്ലെന്നും ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. ഇക്കാര്യം താൻ പരിശോധിച്ചിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ചിത്രത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ശാലിനി നായർ, കോസ്റ്റ്യൂം വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന പ്രിയ എന്നിവർ ICCയിൽ അംഗങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. ചിത്രീകരണം നടക്കുന്ന സിനിമയ്ക്ക് ICC ഉണ്ടാകണമെന്നും അത് പരസ്യപ്പെടുത്തണമെന്നുമാണ് നിയമമെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ICC ഇല്ലെങ്കിൽ ഫെഫ്ക സഹകരിക്കില്ല എന്നാണ് തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുവനടിയുടെ പരാതിയിലാണ് സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലാകുന്നത്. യുവനടി DGPക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ രൂപീകരിച്ച SITക്കും പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി നോർത്ത് വനിതാ പോലീസ് യുവനടിയുടെ മൊഴിയെടുത്ത ശേഷമാണ് രഞ്ജിത്തിന്റെ അറസ്റ്റിലേക്ക് നീങ്ങിയത്. എറണാകുളത്ത് നിന്ന് തൊടുപുഴയിലേക്ക് പോകുന്ന വഴി മുട്ടത്ത് വെച്ചാണത്രേ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശത്തെ തുടർന്ന് തൊടുപുഴ പോലീസ് രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ എടുത്തത്.